ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ്. വിശുദ്ധ തിരുവഴുത്തുകളെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തകാടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റൻ ആൻസർ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 50-ൽ പരം സെഷനുകളിൽ പ്രശസ്ത ഹിബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ പ്രേക്ഷകരുടെ അനേകം ചോദ്യങ്ങൾക്ക് തൃപ്തികരവും വ്യക്തവുമായ മറുപടി നൽകുവാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇന്നും ഈ സെഷനിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ സർ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം സങ്കീർത്തനം 68-ന്റെ 18-ാം വാക്യത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു: നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. പ്രേക്ഷകന്റെ ചോദ്യം ഈ വാക്യങ്ങളുടെ വിശദീകരണം ആണ്. Yes, first of all, thank you very much. നമ്മൾക്ക് വളരെ ആഴമായിട്ട് മറുപടി പറയാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ഈ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ മറ്റ് കേൾവിക്കാർക്കും ഇത് പ്രയോജനകരമാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ നമ്മൾ പോകുന്നൊരു വഴിയുണ്ട്. ആ വഴിയാണ് ഒരുപാട് കാര്യങ്ങളും കണ്ടെത്താൻ നമ്മൾ പോകേണ്ട വഴി. ആ വഴി പരിചയമല്ലാത്തതുകൊണ്ടാണ് പ്രേക്ഷകൻ തന്നെ ഈ ചോദ്യം ചോദിച്ചത്. ഒരുപക്ഷെ നമ്മുടെ വേറെ ഒരുപാട് നമ്മുടെ പ്രോഗ്രാം കാണുന്നവർക്കും ആ വഴി പരിചയമായിരിക്കത്തില്ല. അപ്പം നമ്മൾ ആ ഒരു വഴി എന്താണെന്ന് ക്ലിയർ ആയി കൊടുക്കാൻ പോവാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ ടൈം സ്കീം. ഒരു ടൈം സ്കീം വിശുദ്ധ തിരുവെടുത്ത് കവർ ചെയ്യുന്നുണ്ട്. ഹ്യൂമാനിറ്റിയിൽ എഴുതപ്പെട്ട ഒരു ബുക്ക് എന്ന നിലയ്ക്ക് അത് കവർ ചെയ്യുന്നൊരു ടൈം സ്കീമുണ്ട്. നമ്മൾ മാത്തമാറ്റിക്സോ ഫിസിക്സോ കെമിസ്ട്രിയോ തുടങ്ങിയ സബ്ജക്ട്സ് എടുത്താൽ അതിനൊരു ടൈം സ്കീം ബാധകമല്ല. ടൈം സ്കീം ബാധകമല്ല. A+B² A² + 2AB + B² എന്ന് പറയുന്നത് എന്താ ടൈം സ്കീം എന്നതിരിക്കുന്നത്? അതിനകത്ത് ഒരു ടൈം സ്കീമും ഇല്ല. ഒരു ടൈം സ്കീം അവിടെ ബാധകമല്ല. പക്ഷെ ഹ്യൂമാനിറ്റിയിൽ എഴുതിയ എല്ലാ പുസ്തകങ്ങൾക്കും ഒരു ടൈം സ്കീം ബാധകമാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ടു അണ്ടർസ്റ്റാൻഡ്. ആ ടൈം സ്കീം വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ടൈം സ്കീം ഒന്ന്, ഇറ്റ് ഗോസ് ഫാർ ബിയോണ്ട് ദി ഏർലിയസ്റ്റ് ഓഫ് ദ പാസ്റ്റ് ഹിസ്റ്ററി. ഇപ്പം ചരിത്രത്തിൽ നമ്മൾ പ്രീ ഹിസ്റ്റോറിക്കൽ പീരിയഡ്, ഹിസ്റ്റോറിക്കൽ പീരിയഡ് ഇത് രണ്ടായിട്ട് തിരിക്കുമ്പോൾ ശരിക്കും ഹിസ്റ്റോറിക്കൽ പീരീഡ് ആരംഭിക്കുന്നത് ഒരു 4000 ഇയേഴ്സിന് മുമ്പാണ്. അബ്രഹാമിനോട് നമുക്ക് ഹിസ്റ്റോറിക് പീരീഡ് ആരംഭിക്കാവുന്നത്. അതിനു മുമ്പുള്ളത് പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ്. ആ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നുള്ളത് സ്റ്റാർട്ട്സ് വിത്ത് ആദം. ആദാമിനോട് ആരംഭിക്കുന്ന ഹിസ്റ്റോറിക് പീരീഡ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത് പ്രീ ആഡമിക് വേൾഡ് ആണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ദെൻ എല്ലാ പുസ്തകങ്ങളും ഹ്യൂമാനിറ്റീസിൽ ഈ ദ ടൈം ഇൻ വിച്ച് ദ ഓതർ റൈറ്റ്സ് തിങ്സ് അവിടെ കൊണ്ട് അവസാനിക്കുക. എഴുത്തുകാരൻ എഴുതുന്ന ഈ കാലഘട്ടം കൊണ്ട് അവസാനിക്കുക. ഇപ്പം ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ ഏറ്റവും നല്ല എഴുത്തുകാരൻ അർണോൾഡ് ടോയിൻബി ആയിരുന്നു. ഫാദർ ഓഫ് മോഡേൺ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അർണോൾഡ് ടോയിൻബി ആയിരുന്നു. അർണോൾഡ് ടോയിൻബിയുടെ കാലഘട്ടത്തിന് ശേഷം എന്തോ സംഭവിക്കാൻ പോകുന്നത് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. തൻ്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ അതിമനോഹരമായിട്ട് എഴുതി വെച്ചു. അതിനുശേഷം ഏറ്റവും എനിക്കിഷ്ടമുള്ള ചരിത്രകാരൻ
വിൻസ്റ്റൺ ചേർച്ചിലാണ്. വിൻസ്റ്റൺ ചേർച്ചിലും ഈ ഏൻഷ്യന്റ് ഹിസ്റ്ററി പോയിട്ട് വേൾഡ് വാർ II വരെ എഴുതി നിർത്തി. ആൻഡ് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ടു ദി വേൾഡ് ആഫ്റ്റർവേർഡ്സ് ചേർച്ചിൽ എഴുതാൻ പറ്റത്തില്ല. അതാണ് ഹ്യൂമാനിറ്റീസിലെ എല്ലാ പുസ്തകത്തിൻ്റെ പ്രത്യേകത. പക്ഷെ വിശുദ്ധ വേദപുസ്തകം എഴുത്തുകാരുടെ കാലഘട്ടം കൊണ്ട് അതിൻ്റെ എഴുത്ത് അവസാനിക്കുന്നില്ല. ഇറ്റ് സ്പീക്സ് ഓഫ് ദ ടൈം വെൻ ദ വേൾഡ് കംസ് ടു അൻ എൻഡ്. ലോകം അവസാനിക്കുന്ന ഒരു ടൈമിനെ പറ്റി പറയുന്നുണ്ട്. ബട്ട് ഹിസ്റ്ററി അവിടെ തീരുന്നില്ല, പിന്നെയും തുടരുകയാണ്. സംഭവങ്ങൾ വീണ്ടും തുടരുകയാണ്. ഈ ലോകവും ഈ കാണുന്ന പ്രപഞ്ചം അവസാനിക്കുന്നു. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അവിടെ സൂര്യനില്ല, അവിടെ സമുദ്രമില്ല. ആ ലോകത്തിൽ എങ്ങനെ നടക്കുന്നത്? അതുവരെ എഴുതിയ ഒരു ടൈം സ്കീമാണ് ദ ടൈം ഗാമറ്റ് ഓഫ് ദ ഹോളി ബൈബിൾ. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ വേദപുസ്തകത്തിൽ ഒരു കാര്യം പറയുമ്പോൾ ഇത് ഏത് കാലഘട്ടത്തിൽ നടന്ന കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഒന്നാമത്തെ കാര്യം. ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മാത്രം പ്രത്യേകത 24% ഓഫ് ദി എൻറ്റയർ വേഴ്സസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് ആണ്. വേദപുസ്തകത്തിലെ ആകെ വാക്യങ്ങൾ 24% ഭാവി കാര്യങ്ങളെ പറ്റി ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് ആണ്. ഇനി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നത്. അപ്പൊ ഇനി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നത് കൊണ്ട് നമ്മൾ വേദപുസ്തകം മനസ്സിലാക്കേണ്ടത് വേദപുസ്തകത്തിന്റെ ടൈം സ്കീമിലും വേദപുസ്തകത്തിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടിലുമാണ്. അത് വേദപുസ്തകം പഠിച്ച ഒരാൾക്കേ അത് അറിയത്തുള്ളൂ. ഇല്ലാത്ത ഒരാൾ എന്ത് പറയും? ഈസ് എ ഫ്യൂച്ചറിസ്റ്റിക് ഫൂൾ എന്ന് പറയും. ഈസ് എ ഫ്യൂച്ചറിസ്റ്റിക് ഫൂൾ. അപ്പൊ യേശുക്രിസ്തു ആരായിരുന്നു? ഫ്യൂച്ചറിസ്റ്റ് ആയിരുന്നോ? യേശുക്രിസ്തു ആരായിരുന്നു? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകും. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ള ഇതുവരെ സംഭവിച്ചിട്ടില്ല. ദാറ്റ് ഈസ് എ ഫ്യൂച്ചർ ഇവന്റ് അല്ലേ? അപ്പം വേദപുസ്തകം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്യൂച്ചറിസ്റ്റിക് ബുക്ക്. കാര്യം മോർ ദാൻ നിയർലി എ ക്വാർട്ടർ ഓഫ് ദ ബുക്ക് ഈസ് ഫോക്കസ്ഡ് ഓൺ ദ ഫ്യൂച്ചർ. അത് വേദപുസ്തകം പഠിച്ച ആളിന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എന്തുകൊണ്ടാണ് വേദപുസ്തകം പഠിച്ച ആളിന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞത്? കാരണം വേദപുസ്തകത്തിന്റെ ഭാഷയാണ്. ആ ഭാഷയുടെ പ്രത്യേകത, ഇറ്റ് സ്പീക്സ് അബൌട്ട് ദി ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് ടെൻസ്. ഫ്യൂച്ചറിനെ പാസ്റ്റ് ടെൻസിൽ പറയുന്നു. ഫ്യൂച്ചറിനെ പാസ്റ്റ് ടെൻസിൽ പറയുന്നു. നീ ഉയരത്തിലേക്ക് കയറിപ്പോയി. യു അസെൻഡഡ് ടു ദ ഹയസ്റ്റ് ഹെവൻസ്. നീ ഉയരത്തിലേക്ക് കയറിപ്പോയി. കയറിപ്പോയി എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് അല്ലേ? പാസ്റ്റ് ടെൻസ്. പക്ഷെ ഈ എഴുത്തുകാരൻ ആരാ? ദാവീദാണ്. ദാവീദ് എഴുതിയെന്ന ഇന്നേക്ക് 3000 വർഷം മുമ്പ്. അങ്ങനെയാണ് ആരെ പറ്റി പറഞ്ഞിരിക്കുന്നത്? കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പം ദ പേഴ്സൺ, പ്രതിവാദി വിഷയം കർത്താവ് യേശു ക്രിസ്തുവാണ്. കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നത് വീണ്ടും 1000 കൊല്ലം കഴിഞ്ഞിട്ടാ. ദാവീദ് കഴിഞ്ഞ 1000 വർഷം കഴിഞ്ഞിട്ടാണ് കർത്താവ് ഭൂമിയിൽ അല്ലേ? അപ്പൊ കർത്താവ് ഭൂമിയിൽ വരുന്നു, താൻ സുവിശേഷം പ്രസംഗിക്കുന്നു, താൻ ക്രൂശിക്കപ്പെടുന്നു, തൻ്റെ ഭൗതിക ശരീരം ഒരു കല്ലറയിൽ വിശ്രമിക്കുന്നു,
ആത്മാവിൽ താൻ നിതർ വേൾഡിൽ പോകുന്നു. ഉം. അവിടെ നോഹയുടെ കാലത്ത് വിശ്വസിക്കാതെ മരിച്ചുപോയ ആൾക്കാരുടെ ആത്മാക്കൾ തടവിൽ കിടക്കുന്നു. ഉം. ഈ ആത്മാക്കളെ അവിടുന്ന് വിടുവിക്കുന്നു. അവർ ക്യാപ്റ്റീവ്സ് ആണ്, ഉം. ബദ്ധന്മാർ. ബദ്ധന്മാരാണ്. ആ ക്യാപ്റ്റീവ്സിനെ അവിടുന്ന് വിടുവിക്കുന്നതിനെ പറ്റി പറയുന്നത് ഉം. യു മെയ്ഡ് ക്യാപ്റ്റിവിറ്റി ക്യാപ്റ്റീവ് എന്നാണ്. ഉം. യു മെയ്ഡ് ക്യാപ്റ്റിവിറ്റി ക്യാപ്റ്റീവ്. ഉം. ഇവിടെ ഇതെന്തൊരു പ്രയോഗമാ. ഉം. ഇപ്പം അത്രയും നാള് മനുഷ്യനെ ബന്ധനത്തിൽ കൊണ്ടിടുന്ന ആ സ്ഥലം, ഉം. ദ പ്ലേസ് ഓഫ് ക്യാപ്റ്റിവിറ്റി, ഉം. ദ പ്ലേസ് ഓഫ് ക്യാപ്റ്റിവിറ്റി. Captivity. ഉം. നമുക്കെടുക്കാം. ഇപ്പം ഒരു ഫോഴ്സിങ്, ഒരു ഫോറിൻ ഫോഴ്സ് ഇങ്ങോട്ട് വന്നു. ഉം. നമ്മൾ ഡൽഹി അങ്ങ് ആക്രമിക്കാതിരിക്കട്ടെ. ഉം. എന്നിട്ട് അങ്ങോട്ട് പോയി തീഹാറിലോട്ട് പോയി. ഉം. തീഹാർ തുറന്നു. ഉം. കിടക്കുന്നതിനെ മുഴുവൻ ഇടത്തിനെ ഇറക്കി വിട്ടു. ഉം. ഇറക്കി വിട്ടിട്ട് അവർ വേറൊരു പൂട്ടിട്ട് അത് പൂട്ടി ഉം. പോയി. ഇത്രയും നാൾ ആളുകളെ ബന്ധനത്തിൽ ഇട്ടിരുന്നതായി തീഹാർ ഇപ്പൊ ബന്ധനത്തിലായി. Okay. Authorship is different. തീഹാർ itself is now captivated. Yeah. You made captivity captive. ഉം. എന്നിട്ട് ഈ ബദ്ധന്മാരെ എവിടെ കൊണ്ടുപോകുന്നു? സൗഭാഗ്യത്തിൽ കൊണ്ടുപോകുന്നു. ഉം. ഓക്കെ, ഇതാണ് സംഭവം. ഉം. ബട്ട് ദ പ്രോബ്ലം, ദാവീദ് പറയുന്നത് ഉം. what was his state of mind when he was speaking it? ദാവീദിന് ഈ ഹയസ്റ്റ് മൊമെന്റ് ഓഫ് ഈ പ്രൊഫറ്റിക് ഹയസ്റ്റ് പ്രൊഫറ്റിക്കൽ മൊമെന്റ്സ് എന്ന് പറയാം. സോറി, പ്രൊഫറ്റിക് മൊമെന്റ്സ് ഉണ്ടായിരുന്നു, ഹൈ പ്രൊഫറ്റിക് മൊമെന്റ്സ്. അപ്പൊ ഈ പ്രൊഫറ്റിക് വിഷൻസിൽ he would be elevated to a distant world, ഉം. a far higher വേൾഡിലേക്ക് ഇദ്ദേഹം എലിവേറ്റഡ് ആകുക. ഉം. അവിടെ മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ പറ്റി ഇദ്ദേഹം കാണുക. ഉം. ആ പ്രൊഫറ്റിക് സ്പിരിറ്റിൽ എഴുതുക. ഉം. Did he really understand it, what he is writing? ഉം. Well, I cannot say no, nor can I say yes. Yes, yeah. ദാവീദിനൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം പറയാൻ എനിക്ക് തെളിവില്ല. ഉം. ദർശനമായിരിക്കും അല്ലേ? എന്ന് പറയാനും എന്റെ തെളിവില്ല. പക്ഷേ ദർശനമായിരിക്കും അല്ലേ? എന്തോ ദർശനമായിരിക്കും അല്ലേ? ദർശനം. ഓഫ് കോഴ്സ് ദർശനമാണോ അതോ റെവലേഷൻ ആണോ എന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. Okay, okay. I should better say it was revelation than a vision. Vision. Okay. ഉം. നമ്മൾ ദർശനം എന്ന് പറയുന്ന വിഷൻ ഇങ്ങനെ കണ്ണി കാണുക. അതെ, അതെ. ഉം. Is it a revelation? I should fairly say yes. It's a Okay. revelation. ഉം. അപ്പോൾ ദാവീദിന് ആ റെവലേഷൻ ലഭിക്കുക. ഉം. അപ്പോൾ ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുൻപ് മുമ്പ് തനിക്ക് 1000 വർഷം ശേഷം സംഭവിക്കേണ്ട കാര്യത്തെ പറ്റി ദാവീദിന് ഇന്നർ റെവലേഷൻ കിട്ടുക. ഉം. ആ റെവലേഷൻ താൻ എഴുതി. ഉം. എന്താ? നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി. അപ്പൊ ഈ എഫെസിൽ എങ്ങനെ വന്നു? ഉം. അപ്പൊ കയറുന്നത് എന്ത് സംഭവിക്കണം? ഇറങ്ങണ്ടായോ? അതെ. കയറണമെങ്കിൽ അതിനു മുമ്പ് ഉം. ഇറങ്ങണ്ടായോ? ഉം. അല്ലേ? അപ്പൊ കയറുമ്പോ അതിനു മുമ്പ് ഇറങ്ങുക എന്നുള്ള കാര്യത്തെ പറ്റി ദാവീദ് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഉം. ഇതാരെ മെൻഷൻ ചെയ്യുന്നു? പൗലോസ്. എഫെസ് ലേഖനത്തിൽ പൗലോസ് മെൻഷൻ ചെയ്യുന്നു. ഉം. ഇതിനാണ് നമ്മൾ വേദപുസ്തകത്തിന്റെ റെനേഷ് ലെവൽ എന്ന് പറയും, ഓഫ് റീഡിങ് ദ ബൈബിൾ. ഉം. 4 ലെവൽസിലാണ് ബൈബിൾ വായിക്കുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. ഉം. അതിന് രണ്ടാമത്തെ ലെവൽ റെനേഷ് ലെവൽ, കണക്ഷൻ ലെവൽ. Actually. ഈ പറയുന്ന വാക്യം കംപ്ലീറ്റ് ആണെങ്കിൽ ഇത് ഇൻകംപ്ലീറ്റാ. ഉം. ഇതിന്റെ വേറൊരു ഭാഗം വേറൊരു പറഞ്ഞിട്ടുണ്ട്. Okay. ആ ഭാഗത്ത് പോയി അത് കണ്ടുപിടിക്കുന്നവരെ ഉം. ഇത് കംപ്ലീറ്റ് ആകത്തില്ല. ഉം. അപ്പൊ നോക്കിക്കോണേ, ദാവീദ്
ദാവീദിന് ശേഷം 1000 വർഷം കഴിഞ്ഞിട്ട് സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ താന് പ്രവചനാത്മാവിൽ എഴുതുന്നു. ഓക്കെ. എന്തുകൊണ്ട് പ്രവചനാത്മാവിൽ എഴുതി? വേദപുസ്തകത്തിന്റെ 24% പ്രവചനങ്ങളാണ്. പ്രഡിക്ഷൻസ് ആണ്. ഉം. അതാണ് ഈ പുസ്തകം. ഉം. അങ്ങനെയാണെങ്കിൽ നീ ഉയരത്തിൽ കയറും, ഉയരത്തിൽ കയറും, കയറും. അങ്ങനെ എഴുതിയാൽ പോരാ. അപ്പൊ ഫ്യൂച്ചർ നമുക്കറിയാമല്ലോ. അതെ. ഇത് പാസ്റ്റ് ടെൻസ്. ഓരോ പുസ്തകവും ആ വിഷയം എഴുതുന്ന ഒരു രീതിയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ, ഒന്നിലധികം ഈവൻസ് ഒരു സീക്വൻസിൽ, ഒരു സെന്റൻസിൽ, ഒരു വാക്യത്തിൽ കണക്ട് ചെയ്തത്. അപ്പോ അതിൽ ഒരു സംഭവവും മറ്റൊരു സംഭവം തമ്മിൽ there could be a difference of thousands of years. ഓക്കെ, ഒരേ വാക്യത്തിൽ തന്നെ. ഓക്കെ, ഒരു വാക്യത്തിനകത്ത് thousands years ഇൻ ബിറ്റ്വീൻ ഡിഫറൻസ് ഉണ്ട്. അത് ഈ ദാവീദിന്റെ പ്രവചനത്തിൽ മാത്രമല്ല, ദ ഹോൾ ബൈബിളിന്റെ പ്രത്യേകതയാണ്. ഇപ്പം കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിന്റെ പണിയും വെന്തുപോകും. അപ്പൊ കർത്താവിന്റെ ദിവസമോ, ഇതൊരു വാക്യമാണ്, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് എന്ന്. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരുന്ന അന്നല്ല, അന്ന് മൂലപദാർത്ഥം കത്തി കഴിയും. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വന്ന് ഒരു 1007 വർഷം കഴിയുന്ന അന്ന്. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വന്നിട്ട് 1007 years കഴിയുന്ന അന്ന് ആകാശം കുഴിഞ്ഞു പോകും. അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ 1007 years ഡിഫറൻസ് ഉണ്ടെന്ന് ആർക്കേ മനസ്സിലാകത്തുള്ളൂ? ഒരു വേദശാസ്ത്രിക്ക് മനസ്സിലാകത്തില്ല. അദ്ദേഹം വേദശാസ്ത്രിയാണ്. കാര്യം അദ്ദേഹം വേദപുസ്തകത്തെ പറ്റി മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങൾ വായിച്ച് ജ്ഞാനം സമ്പാദിച്ച ആളാണ്. ഞാൻ വേദശാസ്ത്രി അല്ല, എനിക്ക് വേദപുസ്തകം അറിയത്തുള്ളൂ. വേദപുസ്തകത്തെ പറ്റി വേറൊരാളെന്ന് പറഞ്ഞു വെച്ചാൽ എനിക്കറിയത്തില്ല. ആൽബർട്ട് ഷോയിച്ചർ ഇതെന്തിനെ പറ്റി എന്ത് പറഞ്ഞു വെച്ചാൽ എനിക്കറിയത്തില്ല. ആൽബർട്ട് ഷോയിച്ചർ ഭയങ്കര തിയോളജിയനാണ്. അത് ഇതിനെ പറ്റി എന്താ പറഞ്ഞു ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു ലിസ്റ്റ് ഓഫ് തിയോളജിയൻസ് തന്നിട്ട് എന്നോട് ചോദിക്കും ഇവരൊക്കെ ഇതിനെപ്പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്, എനിക്കറിയത്തില്ല. പിന്നെ എനിക്കെന്ത് പറയും? എനിക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാം. ബൈബിള് പറഞ്ഞിരിക്കുന്നത് എനിക്കറിയത്തുള്ളൂ, എനിക്കെന്താ അറിയത്തില്ല? വേദശാസ്ത്രി അതിനെപ്പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ബൈബിള് പഠിക്കാതെ വേദശാസ്ത്രി പറഞ്ഞത് പഠിച്ച ആളിന് ഞാനീ പറയുന്നത് മുഴുവൻ മണ്ടത്തരമാണ്. കാര്യം എന്താ? അദ്ദേഹം ആഴ്ചയിൽ വേദപുസ്തകം വായിച്ച് കാണത്തില്ല, പഠിച്ചും കാണത്തില്ല. ഗോഡ് മീ. പക്ഷെ അദ്ദേഹം വലിയ വലിയ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി വലിയ മുട്ടൺ ഡിഗ്രിയൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞു കേൾക്കുമ്പോഴോ എടാ ഇയാൾ എന്തോ മണ്ടത്തരെ വിളിച്ച് പറയുന്നത് കേൾക്കും. ബിക്കോസ് ഐ ടീച്ച് ഓൺലി ദ ബൈബിൾ, സ്പീക്ക് ഓൺലി ഫ്രം ദ ബൈബിൾ. അപ്പോൾ നീ ഉയരത്തേക്ക് പോയി, ബദ്ധന്മാരെ കൊണ്ട് പിടിച്ചുകൊണ്ടുപോയി. ഇനി മനുഷ്യരോടും മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങി. ചേട്ടാ അതെപ്പോ സംഭവിക്കുന്ന? അടുത്ത ചോദ്യമായി, ഇതെപ്പോ സംഭവിക്കുന്നു? ഇപ്പൊ ഒന്നാം പറഞ്ഞത് സംഭവിച്ചു കഴിഞ്ഞു. എപ്പോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശരീരം, ഭൗതിക ശരീരം യോസഫിന്റെ കല്ലറയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ, അവിടെ കിടക്കുമ്പോൾ ബദ്ധന്മാരെ പിടിച്ചു സൗഭാഗ്യത്തിലാക്കി എന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനി മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ചവാങ്ങുന്ന എപ്പോഴാ? 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ വരുമ്പോൾ, 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഭൂമിയിൽ വരുമ്പോൾ ലോകത്തിലെ ഭരണാധികാരികൾ ഈ മസിഹായെ പറ്റി കേൾക്കും.
ദാവീദ് പുത്രന് കാഴ്ചയുമായിട്ട് അവര് ശെബാപ്പൊന്ന് കാഴ്ചയുമായിട്ട് വരികയാണ് അവര്, കൊണ്ടുവരും. അല്ലേ? വന്ന് ഉം. മുഖപ്രസാദം നേടുന്നതിന് വേണ്ടി. അതുവരെ വേദപുസ്തകത്തെയും യേശുക്രിസ്തുവിന്റെ ദിവ്യത്വത്തെയും ക്രിസ്ത്യാനിറ്റിയുടെ സെഗേസിറ്റിയെയും എതിർത്ത് നിന്നിരുന്ന, അതിനോട് മത്സരിച്ച് നിന്ന ആളുകൾ ഇവർ തന്നെ അവര് തന്നെ അവരെന്ത് ആ മനുഷ്യർ മത്സരികളായിരുന്നു. അവര് കാഴ്ചവെക്കും. മശിഹായ്ക്ക് കാഴ്ചയുമായിട്ട് വരുന്നു. അപ്പൊ നോക്കി, അത് ഹോൾ ഗ്യാമറ്റ് എന്ന് പറഞ്ഞ വേദപുസ്തകത്തിന്റെ ടൈം സ്കീം. അവിടെ ഇത് ഓരോ സംഭവം എപ്പോഴാണ് നടക്കേണ്ടത്. ഇപ്പൊ ഈ വാക്യത്തിന് ഒരു ഭാഗം സംഭവിച്ചു ഇതൊക്കെ 2000 വർഷം മുമ്പ്. മറ്റേ ഭാഗമോ മനുഷ്യരോട് മത്സരങ്ങളോട് തന്നെ കാഴ്ച വാങ്ങി എന്നുള്ളതോ ഇതുവരെ നടന്നിട്ടില്ല. അതിന് നടക്കാനിരിക്കുകയാണ്. അതാണ് ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ. നമ്മൾ തിരുവചനത്തിൽ നിന്ന് ഒരു ഭാഗം വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഡിസീഫർ പൊരുതിരിക്കുമ്പോൾ ദ ഹോൾ ബൈബിളിന്റെ തിമാറ്റിക് സ്ട്രക്ചറുമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ദ ഹോൾ എൻറ്റയർ ബൈബിളിന്റെ തിമാറ്റിക് സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ തിമാറ്റിക് സ്ട്രക്ചറുമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ തിമാറ്റിക് കൊഹീറൻസ് ഉണ്ടല്ലോ, ആ കൊഹീറൻസിനെ അത് അപ്സെറ്റ് ചെയ്യുന്നുണ്ടോ അതോ ഡസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദി തിമാറ്റിക് കൊഹീറൻസ് ഓഫ് ദ ബൈബിൾ? നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്ന ആ കാര്യം വേദപുസ്തകത്തിന്റെ തിമാറ്റിക് സ്ട്രക്ചറിനോട് കൊഹീറന്റ് ആകുന്നുണ്ടോ അതോ കോൺട്രഡിക്റ്റ് ആകുന്നുണ്ടോ? കോൺട്രഡിക്റ്റ് ആയപ്പോ ഈ കാര്യം ബൈബിൾ കനോട്ട് ബി കോൺട്രഡിക്റ്റിംഗ്. കൊഹീറന്റ് ആകണം. ഇങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ കൊഹീറന്റ് ആകത്തുള്ളൂ. So that's my, I should say, fairly rather long answer to the short question. Thank you very much, sir. നല്ല വിശുദ്ധ വേദപുസ്തകത്തിന്റെ തന്നെ ഒരു മറ്റ് മതഗ്രന്ഥങ്ങളിലുള്ള ഒരു പ്രത്യേകതയാണ് ഒരേ വാക്യത്തിൽ തന്നെ ഇത്രയും ടൈം ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് ഒരു പുതിയ അറിവ് തന്നെയാണ്. Absolutely, ma'am. അത് അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. ആദ്യം ആകാശം ഭൂമി സൃഷ്ടിച്ച് ഭൂമി പാടും ശൂന്യമായിരുന്നു പറയുമ്പോഴേക്ക് അതിന്റെ ഇടയ്ക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് വന്നു കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഒരു വാക്യത്തിനടുത്ത് തമ്മിലുള്ള ആ ഡിഫറൻസ് വന്നു കഴിഞ്ഞു. ഇനി ഒന്നാമത്തെ വേർഡ് എടുക്കുമ്പോ അതിൽ ആകാശം ഭൂമിയും സൃഷ്ടിച്ചു, ആ വേർഡ് എടുക്കുമ്പോൾ തന്നെ അതിന് നമ്മുടെ ഒറിജിനൽ ഹീബ്രു പോയാൽ ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണത്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കില്ല, കാരണം വേറൊരു സമയത്ത് നമുക്ക് പറയേണ്ടി വരും, കണക്ട് ചെയ്തില്ല. പക്ഷെങ്കിൽ ഒരു ഒരു വാക്യത്തിനകത്ത് വാക്യങ്ങൾക്കും ഇടയിൽ നമുക്ക് ഒരു വേർഡ് എടുക്കാം. ഒരു വേർഡ് കൺസ്ട്രക്ട് എന്ന് പറയും. മീൻസ് ഒരു ഹോൾ സെന്റൻസിനെ ഒരു വേർഡിനകത്ത് ഇടിച്ചത് ചേർത്തിരിക്കുക. നമുക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ആണെങ്കിൽ 1 or 2 സെന്റൻസ് എഴുതിയെങ്കിലേ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരത്തുള്ളൂ. But in Hebrew that's only one word. അത് ആ ഭാഷയുടെ പ്രത്യേകത, അതിന്റെ ഗ്രാമാറ്റിക്കാലിറ്റി അങ്ങനെ അബ്സല്യൂട്ട് യൂണിക്നെസ് പറഞ്ഞാൽ പോലും എനിക്ക് വേർഡ് പോലും അവിടെ ഫെയിലിയർ ആയി പോകും. മച്ച് ഹയർ ദാൻ ദാറ്റ്. അത് അതിന്റെ ലിംഗ്വിസ്റ്റിക്കായ പ്രത്യേകതയാണ്. പിന്നെ അതിന്റെ വിസ്ഡം കണ്ടന്റ് ഉണ്ടല്ലോ, അതിനകത്ത് വിസ്ഡം കണ്ടന്റ് പ്രത്യേകത. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ യഹോവയായ ദൈവം പറയുന്നു, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ചോദ്യം ഇതാണ്, ഇവിടെ വാഴുക എന്നതുകൊണ്ട് നാം ഈ കാണുന്ന പറവുകളിന്മേലും മൃഗങ്ങളിന്മേലും ഇഴജാതിയിന്മേലും വാഴുക എന്നാണോ യഹോവയായ ദൈവം
ഉദ്ദേശിച്ചത്. യെസ്, യെസ്, സിമ്പിൾ, യെസ്. പക്ഷെ അവിടെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ വാക്കുകളും സൂക്ഷ്മമായ അർത്ഥവുമാണ് പ്രധാനപ്പെട്ടത്. ഇപ്പം ഇംഗ്ലണ്ടിൽ, ഞാൻ താമസിക്കുന്ന ഇംഗ്ലണ്ടിൽ, ഇവിടെ ഒരു റോയൽ ഫാമിലി ഉണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്നത് ഈ പിന്നെ ഇന്ത്യയിലാണെങ്കിൽ പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറയും. ഇവിടുത്തെ പാർലമെൻ്ററി മോണക്കിയാണ്. അവിടെ പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറയുമ്പോൾ ആ ഡെമോക്രസി കൈകാര്യം ചെയ്യുന്നത് പാർലമെൻ്റാണ്. പാർലമെൻ്റാണ് ഭരിക്കുന്നത്. ഇവിടെ വരുമ്പം പാർലമെൻ്ററി മോണക്കിയാണ്. മൊണാർക്ക് അവിടെ ഉണ്ട്, രാജാവ് അവിടെ ഉണ്ട്. രാജാവ് ഭരിക്കുന്നില്ല. ദൈനംദിന ഭരണകാലത്തിൽ ഒരൊറ്റ വേർഡ് അദ്ദേഹം പറയുകയോ ഒരു അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെങ്കിൽ അദ്ദേഹമാണ് പാർലമെൻറ്റിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹം പേഴ്സണലി തൻ്റെ റോയൽ സൂട്ടിൽ രാജകീയമായ ഔദ്യോഗിക വസ്ത്രം ധരിച്ച് രാജകീയ കിരീടം വെച്ച്, ടീഷർട്ട് ഇടണമെന്ന് പറ്റത്തില്ല, രാജകീയ അടമ്പടിയോടുകൂടി ഉടവാള് പിടിക്കുന്ന അകമ്പടി നായകരോടുകൂടി ഈ പട്ടി ചന്തയ്ക്ക് പോകുന്നൊന്നും വരാൻ ഒക്കത്തില്ല. അതിൻ്റെ റോയൽറ്റി, എന്താ പിന്നെ ഈ ഗാംഭീര്യത്തോടെ, യെസ്, നമ്മൾ പറയുന്നേ പിന്നെ രാജകീയ പ്രൗഢിയോടുകൂടി പാർലമെന്റിൽ വന്നെങ്കിൽ പാർലമെന്റ് സെഷൻ ആരംഭിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ പ്രൈസലോട് ഹാലലിയ എന്ന് പറഞ്ഞിട്ട് പാർലമെന്റ് തുടങ്ങാൻ പറ്റത്തില്ല. അദ്ദേഹമാണ് പാർലമെന്റിന്റെ ഓണർ. ഇനി അവിടെ എന്തോ പറഞ്ഞാലും എന്തോ ചെയ്താലും ഒരു വെളിപ്പാടകലെ രാജാവ് ഉണ്ടെന്നുള്ള ബോധത്തോടെ പാർലമെന്റേറിയൻസ് പെരുമാറാവും. ദാറ്റ്സ് ദ സെക്കൻഡ് തിങ്. തേർഡ് തിങ്, ഏത് സമയത്തും ഈ ഭരിക്കുന്ന ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്തിട്ട് ഈ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഭരണം ഏൽക്കാനുള്ള അധികാരം തന്നിലുണ്ട്. മീൻസ് എവറിത്തിങ് അണ്ടർ ഹിം. ഇതിന് റെയിൻ അല്ലെങ്കിൽ വാഴുക എന്ന് പറയും. ഡെയിലി ലൈഫിലെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് കൈകാര്യം ചെയ്യുന്നതിനാണ് ഭരിക്കുക, റൂൾ എന്ന് പറയുന്നെങ്കിൽ റെയിൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ ഭയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കീഴിലെ കാര്യങ്ങൾ ചെയ്യാവൂ. ദാറ്റ്സ് വാട്ട് ഈസ് കോൾഡ് റെയിൻ. അപ്പം ദൈവം മനുഷ്യനെ എന്തിനാ സൃഷ്ടിച്ചത്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അത് ദൈവം ചുമ്മാ ഇരിക്കും, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ട് നവനാട്ടെന്ന് കണ്ടു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന purpose number 1, let us create man in our likeness and image. നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. ഇൻ ഗോഡ്സ് ലൈക്ക്നെസ് ആൻഡ് ഇമേജ്. ഗോഡ്സ് ലൈക്ക്നെസ് ആൻഡ് ഇമേജ് എന്നുള്ളത് ഒരുപാട് കേൾവിക്കാരിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് കാരണം എൻ്റെ ഒറിജിനൽ ഹീബ്രുവിൽ സൽമെനു കിറ്റ് മുട്ടനു എന്നാണ് പറയുന്നത്. സൽമെനു കിറ്റ് മുട്ടനു എന്നുള്ളത് ഇറ്റ്സ് റാദർ അൺട്രാൻസ്ലേറ്റബിൾ വെക്കാബുലറി. അൺട്രാൻസ്ലേറ്റബിൾ വെക്കാബുലറിയാണ്.
എന്തുകൊണ്ടാണ് അൺട്രാൻസ്ലേറ്റബിൾ വെക്കാബുലറി? ഒന്നിൻ്റെ സാദൃശ്യത്തിൽ, ഒന്നിൻ്റെ സ്വരൂപത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടും നോക്കിയാൽ ഒരുപോലെ ഇരിക്കണമെന്നാണ്. രണ്ടും നോക്കിയാൽ ഒരുപോലെ ഇരിക്കണമെന്നാണ്. നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണ്. എക്സ്റ്റേണൽ അപ്പിയറൻസ്, റൈറ്റ്? സാദൃശ്യ സ്വരൂപം. അതിനപ്പുറം ഒരു മീനിങ് വേൾഡിൽ ഒരു ലാംഗ്വേജിലും ഇല്ല. അതുപോലെ അതുപോലെ അല്ലേ? അതുപോലെ രണ്ടും എന്താ ഒരുപോലെ ഇരിക്കുന്നു. എക്സ്റ്റേണൽ അപ്പിയറൻസിലുള്ള സിമിലാരിറ്റിക്കാണ് നമ്മൾ സാദൃശ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വരൂപം എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഹീബ്രു ലാംഗ്വേജിൽ അതതിൻ്റെ ഒരു മീനിങ് മാത്രമാണ്. അതിനൊരു ഡീപ്പർ മീനിങ് ഉണ്ട്. ഡീപ്പർ മീനിങ് എന്ന് പറയുന്നത് മീനിങ് അല്ലെങ്കിൽ വാല്യൂവിലുള്ള സിമിലാരിറ്റിയാണ്. മീനിങ് അല്ലെങ്കിൽ വാല്യൂവിലുള്ള സിമിലാരിറ്റിയാണ്. മീനിങ് അല്ലെങ്കിൽ വാല്യൂവിലുള്ള സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം എടുക്കാം. നമുക്കൊരു ഫ്രിഡ്ജ് മേടിക്കണം. നമ്മൾ കടയിൽ സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. ഒരു ഫ്രിഡ്ജ് നല്ല ചുമന്ന നിറമുള്ള ഫ്രിഡ്ജാണ്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം നോക്കിയപ്പം അതിന് 50,000 റുപ്പീസ് ആവും. ഓക്കെ. വീണ്ടും നമ്മൾ പോയപ്പം വേറൊരു കമ്പനിയുടെ ഫ്രിഡ്ജ്, അതിൻ്റെ നിറം വെള്ളയാണ്, അല്ലെ മെറ്റാലിക്കാണ്, സ്റ്റീലാന്നിരിക്കട്ടെ. അതിൻ്റെ ഫങ്ഷനാലിറ്റി ഇതുപോലെ, അതിൻ്റെ വാല്യൂവും 50,000 ആണ്. രണ്ടും കണ്ടാൽ വ്യത്യാസമാണ്, പക്ഷെ ഒരേ മൂല്യമാണ് രണ്ടിനും. ഒരേ മൂല്യമുള്ള രണ്ട് സാധനങ്ങൾക്ക് അത് സിമിലർ എന്നാണ് ഹീബ്രുവിൻ്റെ വാല്യൂ സിസ്റ്റത്തിൽ പറയുന്നത്. ദൈവം കാര്യങ്ങളെ കാണുന്നത് അതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസിലല്ല. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. അപ്പൊ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം നോക്കുന്നത് എക്സ്റ്റേണൽ അപ്പിയറൻസ് അല്ല. പിന്നെന്താ നോക്കുന്നത്? ഇന്റേണൽ വാല്യൂ സിസ്റ്റം സെയിം ആണോ അല്ലയോ എന്നുള്ളതാണ്. ഇനി മനുഷ്യനെ സൃഷ്ടിക്കുന്ന പേർപ്പസ്, ഒന്ന് ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും ലോകത്തിന് മാനിഫെസ്റ്റ് ചെയ്യണം. രണ്ട്, അവൻ സകലത്തിന്മേലും വാഴണം. മൂന്ന്, ഹി ഫിൽസ് ദി എർത്ത്. ഹി വിൽസ് ദി എർത്ത്. നാലാമത്തെ പേർപ്പസ് അവിടെ പറഞ്ഞില്ല. നാലാമത്തെ പേർപ്പസ് അണ്ടർസ്റ്റുഡ് എലമെന്റ്. ആർക്കേ മനസ്സിലാകത്തുള്ളൂ? ആ മനസ്സിലാകുന്ന പ്രായം എത്തുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. What is the fourth purpose? Fourth purpose, God had a son, his only begotten son, Jesus Christ. And he poured all his love on his son. തൻ്റെ മുഴുവൻ സ്നേഹവും ഈ മകന് കൊടുക്കുക. Then he thought, why don't I have a bride to my son, so that I can have a large family and I can share my love with the entire family. So God was looking for a bride for his son. തൻ്റെ മകന് ഒരു ബ്രൈഡിനെ അന്വേഷിക്കണം. ഇപ്പം മോമൻ 2 ആമക്കളുണ്ട്. അവരെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പം തീരുമാനിച്ചു നല്ല കാണാൻ കൊള്ളാന്ന് പെൺപിള്ളേരായിരിക്കണം. അപ്പം അവിടെ എങ്ങും നോക്കിയിട്ട് മാവൻ്റെ ആ ഒരു ഭാവനയ്ക്ക് ഒക്കുന്നില്ല. അപ്പം നോക്കിയപ്പോൾ 2 പെൺകുരങ്ങുകൾ അതിലേ പോകുന്നു. എന്നാ രസമായി കുരങ്ങിനെ കാണാൻ.
അയ്യോ അതിൻ്റെ ചാട്ടവും കളിയും ബഹളവും അതിൻ്റെ വികൃതിയും കാരണം ചേട്ടാ ഇത് കൊള്ളാൻ ഇതിലെ ഒരെണ്ണത്തിന് നമുക്ക് വീട്ടിൽ കൊണ്ട് മോനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ഒറ്റ സെക്കൻഡിനുള്ള തെങ്ങ കയറി തേങ്ങ ഇടും, പാത്രമെല്ലാം കഴിയും, റൂഫൊക്കെ വൃത്തിയാക്കാൻ ഒറ്റ ചാട്ടമാണ്, ചാടി റൂഫ് വൃത്തിയാക്കും എന്ന് പറഞ്ഞ് വിവരമുള്ള ആരെങ്കിലും മോനെ കൊണ്ട് കുരങ്ങിച്ച് കല്യാണം കഴിപ്പിക്കുമോ? ഇല്ല. എന്താ കഴിപ്പിക്കാത്തത്? അത് രണ്ടും രണ്ട് വാല്യൂ സിസ്റ്റമാണ്. Am I right? Yes. God look at all his creations. None of that could be tantamount to his son. തൻ്റെ പുത്രന്റെ ബ്രൈഡ് ആകാനുള്ള വാല്യൂ സിസ്റ്റം ക്രിയേഷൻസിൽ ഒന്നിനുമില്ല. So it is said, okay, I'm going to create man. എങ്ങനെ? തൻ്റെ വാല്യൂ സിസ്റ്റം എന്താണോ ആ വാല്യൂ സിസ്റ്റത്തിൽ വേറെ ക്രിയേഷൻ വേണം. ദൈവത്തിന്റെ വാല്യൂ സിസ്റ്റം എന്താണ് ആ വാല്യൂ സിസ്റ്റത്തിൽ വേറെ ക്രിയേഷൻ വരണം. Now the question, what is God's value? ഹീബ്രു ലാംഗ്വേജിന് മാത്രമുള്ള പ്രത്യേകത, ഓരോ അക്ഷരത്തിനും ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. ഗമാട്രിയ. ദ ഫസ്റ്റ് ലെറ്ററിന്റെ ന്യൂമറിക്കൽ വാല്യൂ നമ്പർ 1 ആണെങ്കിൽ 22ാമത്തെ ന്യൂമറിക്കൽ വാല്യൂ 400 ആണ്. 22ാമത്തെ ന്യൂമറിക്കൽ വാല്യൂ 22 അല്ല, 400 ആണ്. ഓക്കെ. അപ്പോ യുദ്ധ് ഹെയ് വാവ് ഹെയ്, യുദ്ധ് ഹെയ് വാവ് ഹെയ്, 4 അക്ഷരം. ഈ 4 അക്ഷരങ്ങളാണ് യഹോവയായ ദൈവം എന്ന വേർഡിന്റെ അതിന്റെ റൂട്ട് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. റൂട്ട് ഓരോ അക്ഷരത്തിന്റെയും വാല്യൂ സിസ്റ്റം പറക്കി വെച്ചാൽ 26 എന്നൊരു നമ്പർ നമുക്ക് കിട്ടും. 26. യുദ്ധ് ഹെയ് വാവ് ഹെയ് 26. ഓക്കെ. ഇനി നമുക്ക് അദാം എന്ന വേർഡ് എടുക്കാം. അദാം എന്ന വേർഡിന്റെ വാല്യൂ സിസ്റ്റം 26 ആണ്. അപ്പം ദൈവത്തിന്റെ വാല്യൂ എന്താണോ ആ സെയിം വാല്യൂവിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക. സെയിം വാല്യൂവിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക. എന്തിനു വേണ്ടി? so that he could someday reach that high status where he could be married to his son. അപ്പോൾ തൻ്റെ പുത്രന്റെ മണവാട്ടിയായി തീരാനുള്ള യോഗ്യത ഇൻസ്റ്റിൽ ചെയ്തുകൊണ്ടാണ് ദൈവം ചെയ്ത് മനുഷ്യനെ. ഇതിനാണ് നമ്മൾ മലയാളത്തിൽ രൂപത്തിലും സാദൃശ്യത്തിലും രൂപത്തിലും എന്ന് പറഞ്ഞത്. ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ സെൽമനു കിഡ് മുട്ടനു എന്നുള്ളത്, സിൽമനു കിഡ് മുട്ടനു എന്നുള്ളത് ഇതേ വാല്യൂ സിസ്റ്റം ആണെന്നുള്ളത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇമ്പോസിബിൾ, നടക്കുന്ന കാര്യമല്ല. ഇനി ഇപ്പം ഞാനിവിടെ നിന്ന് പറഞ്ഞല്ലോ, ഐ ഹവ് ടോൾഡ് ദിസ് നൗ. അപ്പം ഇത് ഗ്രേറ്റ് ഈ ജൂവിഷ് സേജസിന് അറിയാമായിരുന്നു. ഗ്രേറ്റ് ജൂവിഷ് സേജസിന് അറിയാമായിരുന്നു. അവർക്ക് മാത്രമല്ല അറിയാവുന്നത്, അവർ പഠിപ്പിച്ച പിള്ളേർക്കും അറിയാം. അവർക്ക് മാത്രമല്ല, അവർ പഠിപ്പിച്ച പിള്ളേർക്കും അറിയാം. I come from that school, and that's why I can confidently say, ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിൽ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെയും ചെവിയുടെയും സൈസ് അല്ല. ദൈവത്തിന് എന്ത് വാല്യൂ ദൈവം ഇട്ടോ ആ വാല്യൂ മനുഷ്യൻ. ഈ മനുഷ്യൻ വൺ ഡേ, അപ്പം കംപ്ലീഷൻ ഓഫ് ക്രിയേഷൻ എന്ന് പറയുന്നത് 3 സ്റ്റേജസിലൂടെ പോകുന്നതാണ്. അതേ പറഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ഈ സ്പേസിനകത്ത് നിൽക്കാത്ത പറയാത്ത പറഞ്ഞു അനദർ ടൈം ഐ സേ ദാറ്റ്. അതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് ഈ ബാറ എന്ന് പറയുന്നത്.
ആ തേർഡ് സ്റ്റേജിൽ വരുമ്പോഴേ വാല്യൂ സിസ്റ്റത്തിന്റെ പെർഫെക്ഷൻ ആകത്തുള്ളൂ, ഓക്കെ. കംപ്ലീഷൻ ആകത്തുള്ളൂ. എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ പെൺകുഞ്ഞുണ്ടാകുന്നു. പെൺകുഞ്ഞുണ്ടാകാൻ നമുക്ക് കല്യാണം ആലോചിക്കുകയാണോ? ഇല്ല. അല്ലല്ലോ. ഇല്ല. അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കാനുള്ള മെന്റൽ ആൻഡ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് എത്തുന്ന ഒരു ടൈമില്ലേ? അതെ അതെ. അന്നേരമല്ലേ അവളുടെ കല്യാണക്കാരെ അവളോട് പറയത്തുള്ളൂ. ഉം. എന്നാ നേഴ്സറി പോകാനായിട്ട് അതിന് കുട്ടിപ്പാവയുടെയും ഇത് കിട്ടി മുന്നേ കല്യാണം കഴിപ്പിക്കണ്ടേ കേട്ടോ എന്ന് നമ്മൾ പറയാനുണ്ട്. ഇല്ല. അല്ലല്ലോ. ഉം. ഇല്ല. മനുഷ്യന്റെ ഗ്രോത്തിന്റെ ദൈവം നിശ്ചയിച്ച ലെവൽ എത്തുമ്പോൾ ഓക്കെ. he has already crossed the 3 stages. ഉം. He has already crossed 3 stages. 3 stages. He has already crossed 3 stages എന്നുള്ളത് ഉം. that's revealed only in the Holy Bible, in the Holy Language. ഓക്കെ. നമ്മൾ സാധാരണ ഒരു വായനക്കാരൻ വേദപുസ്തകം എടുത്ത് തിരിച്ചും മറിച്ചും കാമ്പത്തിയും മലത്തി എങ്ങനെയിട്ട് പഠിച്ചാലും ഈ 3 stages of man reaching the perfection മനസ്സിലാക്കാൻ പറ്റത്തില്ല. ക്രിയേഷന്റെ 3 സ്റ്റേജസ്. ഞാൻ ബർത്ത് സ്റ്റേജസ് അല്ല പറയുന്നത്. ബർത്തിന് 4 സൈക്കിൾസ് ഉണ്ട്. 4 സൈക്കിൾസിൽ കൊണ്ടാണ് മനുഷ്യന്റെ ഹ്യൂമൻ ബർത്ത് കംപ്ലീറ്റ് ആകുന്നതെങ്കിൽ ഹ്യൂമൻ എന്ന ആ ക്രിയേഷനെ ദൈവം വിഷ്വലൈസ് ചെയ്യുന്ന ആ ദൈവത്തിന്റെ വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ, ആ നമ്പർ, അവിടെ നിന്ന് 3 സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസ് മുഴുവൻ പോയി കഴിയുമ്പോഴേ മനുഷ്യൻ അവിടെ എത്തത്തുള്ളൂ. Have I reached that yet? No, I haven't. None of us have reached that yet. Yeah. But we will live one day. When we will. അതിനെപ്പറ്റിയാണ് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു രാജാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റേജ്. അപ്പം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പം പ്രസിംഗ് ഫോർവേഡ്, പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ വി ആർ പ്രസിംഗ് ഫോർവേഡ്. പൗലോസ് ഞാൻ പിടിച്ചു എന്നല്ല, തികഞ്ഞു ഞാൻ റീച്ച് ചെയ്യുന്നല്ല, എനിക്ക് അവിടെ എത്താൻ കഴിയുമോ എന്ന് വെച്ചാൽ with all my force I've been pressing forward. അപ്പോൾ ആ ഫസ്റ്റ് ക്രിയേഷനിലെ ഫോർത്ത് പർപ്പസ്, ഫസ്റ്റ് പർപ്പസ് ഉണ്ടല്ലോ, ഏതാ? റെയിൻ ഓവർ എവരിത്തിങ്. സോറി, സെക്കൻഡ് പർപ്പസ് റെയിൻ ഓവർ എവരിത്തിങ്. റെയിൻ ഓവർ എവരിത്തിങ് എന്നുള്ളത് ദൈവത്തിന്റെ ഒറിജിനൽ ക്രിയേറ്റീവ് പ്ലാനിൽ നിന്ന് മനുഷ്യൻ വഴുതി വീണപ്പോൾ മനുഷ്യൻ നഷ്ടമായി പോയി. That's why we don't reign over anything. Okay. We don't reign over anything. We don't reign over anything. ഒന്നിന്റെ പേരും നമ്മൾ പാടുന്നില്ല. നമ്മൾ ഇറങ്ങടാ ഉറുമ്പേന്റെ അടുക്കളക്കകത്ത് എന്ന് പറഞ്ഞ ഉറുമ്പ് ഇറങ്ങുമോ? ഇറങ്ങടാ ഉറുമ്പേ എൻ്റെ അടുക്കളക്കകത്തു നിന്ന്. രാത്രി ഉറങ്ങുമ്പോഴാണെന്നല്ല ചെവി വന്ന് പാട്ട് പാടുമെന്ന് പറഞ്ഞാൽ കൊതുക് പോകുമോ? നമുക്കൊന്നിൻ്റെ പേരിലും കമാൻഡിങ് പവറില്ല, നഷ്ടപ്പെട്ടു പോയി. പക്ഷെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവോ, കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റും കടലും പോലും അതാണ് റെയിൻ എന്ന് പറയുന്നത്. ആ റെയിൻ നമുക്ക് ഇപ്പോഴില്ല. കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ വന്ന് 1000 ആണ്ട് വാഴ്ചയിൽ ആ റെയിൻ പവറിലേക്ക് നമ്മൾ തിരിച്ചു വരും, റെയിനിങ് പവറിലേക്ക്. യെസ്, ഐ ഹോപ്പ് ഐ ഗേവ് യു. Yes. It was a very clear explanation, sir. Thank you very much. Thank you. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി നിങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. May God bless you all. Thank you once again.